ഇന്ന് ഞങ്ങൾക്ക് ഹൗസ് വാമിംഗ് ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ കോയമ്പത്തൂർ. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടി രാവിലെ 7 മണിയായപ്പോൾ റെഡി ആയിട്ട് ഇറങ്ങി. അപ്പോൾ അവിടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഞങ്ങൾ ഫംഗ്ഷൻ്റെ വീഡിയോസൊന്നും എടുത്തില്ല. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി നേരെ ഒരു ബേക്കറി കയറി ഒരു ചായയും പിന്നെ തൈര് വട. ഇത് മമ്മിക്ക് ഇഷ്ടമായതുകൊണ്ട് വാങ്ങിച്ചു, അത് കഴിച്ചു. പിന്നെ എനിക്ക് വേണ്ടിയിട്ട് വിവി ഒരു നാരങ്ങ മിഠായി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഒരു റൗണ്ട് ഷേപ്പിൽ. പക്ഷേ ടേസ്റ്റ് നമ്മുടെ പക്ക നാരങ്ങ മിഠായിയുടെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ അതും കഴിച്ചു ഞങ്ങൾ. പിന്നെ അവിടെ അപ്പോഴേക്കും ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ DMart ഉണ്ടെന്ന് പറഞ്ഞു അടുത്ത്. അപ്പോൾ നമ്മളൊന്നും എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറിയത്. പ്രത്യേകിച്ചൊന്നും വാങ്ങിക്കാനുള്ള ലിസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ വെറുതെ ഒന്ന് കയറി എന്തൊക്കെയുണ്ടെന്ന് നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കയറി. പിന്നെ കയറിയപ്പോഴാണ് വീട്ടിലുള്ള ഓരോരോ സാധനങ്ങളില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തു. വീട്ടിൽ ചപ്പാത്തി ഞാൻ വളരെ റെയറായിട്ട് ഉണ്ടാക്കാറുള്ളൂ, എന്നാലും കണ്ടു കഴിഞ്ഞാൽ എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇതാണ് എൻ്റെ ആരോഗ്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എടുത്തു. പിന്നെ അവിടെ നിന്ന് കപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. കപ്പൊക്കെ നല്ല ഓഫറിലുണ്ടായിരുന്നു. ഒരു 29 രൂപ ഉണ്ടായിരുന്നു മമ്മി ഇപ്പോൾ കയ്യിൽ കാണിക്കുന്ന കപ്പ്. അതുപോലെ ആ ബോൾ വിവിക്ക് വേണമെന്ന് പറഞ്ഞ് വിവി അവിടെ നിന്ന് എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതും കൂടെ എടുത്തു കേട്ടോ. ഇതെനിക്കല്ല, ഇത് വിവിക്കുള്ളത്. ഇതുപോലുള്ള സാധനങ്ങളൊക്കെ വിവിയാണ് എടുക്കുന്നത്. പിന്നെ ഞങ്ങൾ വെറുതെ സ്കൂൾ സെക്ഷനിലൊക്കെ പോയി അവിടെയൊക്കെ നോക്കി. പിന്നെ ഒരു ബാഗ് കണ്ടു. ഈ ബാഗിന് മാത്രം ആന തിരിഞ്ഞിരിക്കുക, ബാക്കി എല്ലാ ബാഗിനും ആന കറക്റ്റ് ഇരിക്കുകയായിരുന്നു. പിന്നെ അവിടെ നിന്ന് അതൊക്കെ നോക്കി. പിന്നെ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ നേരെ ചെരുപ്പ് സെക്ഷനിലേക്ക് പോയി കേട്ടോ. അപ്പോൾ അവിടെ വീട്ടിൽ നിന്നിടുന്ന ചെരുപ്പ്, പിന്നെ പോകുമ്പോടുന്ന ചെരുപ്പ്, അങ്ങനെയുള്ള ചെരുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും മമ്മിയും കൂടെ വീട്ടിലിടാൻ വേണ്ടിയിട്ട് 2 ചെരുപ്പ് വാങ്ങിച്ചു. പിന്നെ ഡാഡിക്ക് ഒരു ചെരുപ്പും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എല്ലാം കൂടെ വിവിനെ ഏൽപ്പിച്ചു. വിവി പോയിട്ട് ബില്ലൊക്കെ അടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ സാധനങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്തിട്ട് വണ്ടിയിലേക്ക് കൊണ്ടുവന്നു കേട്ടോ. അങ്ങനെ വണ്ടിയിലേക്ക് വെച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് വീട്ടിലേക്കാണ്. ഇന്ന് കോയമ്പത്തൂർ ഭയങ്കര ഹെവി റെയിനായിരുന്നു. നമുക്ക് റോഡ് പോലും കാണാത്ത തരത്തിലുള്ള വെള്ളവും. അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ കുറച്ച് സമയം റെസ്റ്റൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് പോകേണ്ട സമയമായിരുന്നു. ഇവർക്ക് 8 മണിക്കായിരുന്നു ട്രെയിൻ. അപ്പോൾ ഞങ്ങൾ ട്രെയിനൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് ലേറ്റ് അവറുള്ള ട്രെയിൻ ഇന്ന് നോക്കുമ്പോൾ കറക്റ്റ് ടൈമിന് വന്നു. അങ്ങനെ ഞങ്ങൾ ഇവരെ ട്രെയിനിലൊക്കെ കയറ്റി വിട്ടു. പിന്നെ ഞാൻ അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വിവിയും കൂടെ കയറുന്നത്. ഞാൻ വിചാരിച്ചു ഇവനും കൂടെ കയറി പോവാണോ, ഞാനിവിടെ ഒറ്റയ്ക്കാവും. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് റൗണ്ടൊക്കെ അടിച്ചു, കുറച്ച് കറങ്ങിയിട്ടൊക്കെ നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.